ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും സെൻസ് ടെക്കിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ജി ഡി എൻട്രിയെക്കുറിച്ചും ജി ഡി എൻട്രിക്ക് വാഹന ഇൻഷുറൻസിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ്. ജി ഡി എന്നാൽ ജനറൽ ഡയറി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വാഹനങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും ഇൻഷുറൻസ് തുക യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും നാം ജി ഡി എൻട്രിക്ക് അപേക്ഷ നൽകുന്നത്. മിക്ക വാഹന അപകടങ്ങളിലും ജി ഡി ഉണ്ടെങ്കിലേ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുകയുള്ളൂ. ജി ഡി ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് നമ്മുടെ ക്ലെയിം തടഞ്ഞു വയ്ക്കാനോ നിരസിക്കുവാനോ കഴിയും എന്ന വസ്തുത മറക്കാതിരിക്കുക. അപകടത്തിൽപ്പെട്ട വാഹന ഉടമകൾ തമ്മിൽ ഒത്തീർപ്പായാലും വാഹന ഉടമകൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടിച്ചത് അജ്ഞാത വാഹനമാണെങ്കിലും നമ്മുടെ വാഹനത്തിന് നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ രേഖകളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പാക്കേജ് അഥവാ ഫുള്ളാണെങ്കിൽ തീർച്ചയായും നമ്മൾ ജി ഡി എൻട്രിക്ക് അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. ജി ഡി എൻട്രി എന്നാൽ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ദിവസം എന്തെല്ലാം പ്രധാന സംഭവങ്ങൾ നടന്നു, അതായത് അക്രമ സംഭവങ്ങൾ, അപകടങ്ങൾ, പൊതുജന പരാതികൾ, ഇവയെല്ലാം രേഖപ്പെടുത്തുന്ന രേഖയാണ് ജി ഡി എൻട്രി അഥവാ ജനറൽ ഡയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലാണ് ജി ഡി എൻട്രിക്ക് അപേക്ഷ നൽകേണ്ടത്. വാഹന അപകട ജി ഡിയിൽ ജി ഡി നമ്പർ കൂടാതെ അപകടം സംഭവിച്ച ദിവസം, അപകടം സംഭവിച്ച സമയം, അപകടം സംഭവിച്ച സ്ഥലം, വാഹനത്തിനുണ്ടായ കേടുപാടുകൾ എന്തൊക്കെ എന്നിവ മാത്രമേ പ്രധാനമായും രേഖപ്പെടുത്തി കാണൂ. നമ്മുടെ വാഹനം ഏതുമായിക്കൊള്ളട്ടെ മറ്റൊരു വാഹനമായി കൂട്ടിയിടുകയും ആർക്കും പരുക്കോ മറ്റോ ഇല്ലാതിരിക്കുകയും നമ്മുടെ വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജി ഡി എൻട്രിക്ക് അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. ജി ഡി എൻട്രിയെക്കുറിച്ചും ജി ഡി എൻട്രിക്ക് വാഹനാപകട ഇൻഷുറൻസിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലേക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.